2026 വേൾഡ് കപ്പിലെ ബ്രസീലിൻ്റെ സൂപ്പർ താരം റാഫിഞ്ഞയായിരിക്കുമെന്ന് നമ്മളെ റിവാൾഡോ, ബ്രസീൽ ഇതിഹാസം റിവാൾഡോ. അദ്ദേഹം പഴയ ബാഴ്സലോണയുടെ താരം കൂടിയാണ്. ഇപ്പോൾ ബാഴ്സയിലെ റാഫിഞ്ഞയുടെ മിന്നും പ്രകടനം കണ്ടിട്ടായിരിക്കാം ഇങ്ങനെ ഒരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. 2026 വേൾഡ് കപ്പിൽ ബ്രസീലിൻ്റെ സൂപ്പർ താരം റാഫിഞ്ഞയായിരിക്കും. അദ്ദേഹത്തിൻ്റെ നിലവിലെ ഫോം വളരെ മികച്ചതാണ്. മാത്രമല്ല ബാഴ്സലോണയിൽ ഇപ്പോൾ അദ്ദേഹം ഒരു ക്യാപ്റ്റനാണ്, ഒരു നായകനാണ്. ആ ഒരു എക്സ്പീരിയൻസ് അടുത്ത വേൾഡ് കപ്പിൽ ബ്രസീലിന് ഉപകാരപ്പെടും. അദ്ദേഹത്തിൻ്റെ ഈ ഒരു മികവ്, അല്ലെങ്കിൽ ആ ക്യാപ്റ്റൻ എന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു പെർഫോമൻസ് എന്ന നിലയിലുമുള്ള ഈ ഒരു മികവ് അടുത്ത വേൾഡ് കപ്പിൽ 2026 വേൾഡ് കപ്പിന് ബ്രസീലിന് ഒരുപാട് ഉപകാരം ചെയ്യും എന്നാണ് റിവാൾഡോയുടെ അഭിപ്രായം. ബാഴ്സയിൽ ഇപ്പോൾ റാഫിഞ്ഞ ഗോളുകളായിട്ടും അസിസ്റ്റുകളുമായിട്ട് കളം നിറഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച സമയത്തിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. 2026 വേൾഡ് കപ്പ് അടുത്തുകൊണ്ടിരിക്കെ അദ്ദേഹം ബാഴ്സയിൽ ലീഡർ എന്ന നിലയിൽ എക്സ്പീരിയൻസ്ഡായി, ക്വാളിറ്റിയായി ആ ഒരു എക്സ്പീരിയൻസ് അവിടെ കിട്ടി. ഇനി ബ്രസീലിലെ ലീഡർ കൂടി ആവാനുള്ളൊരു എക്സ്പീരിയൻസ് അദ്ദേഹം ഇവിടുന്ന് നേടിയിട്ടുണ്ട് എന്നാണ് റിവാൾഡോയുടെ പ്രതികരണം. അടുത്ത വേൾഡ് കപ്പിലെ മികച്ച ബ്രസീൽ സൈഡിൽ നിന്ന് മികച്ച കളിക്കാരൻ റാഫിഞ്ഞ തന്നെയായിരിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ഈ ഒരു ഫോം അദ്ദേഹം തുടരണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം. ഏതായാലും വിനീഷ്യസ് ജൂനിയറുടെയും അതുപോലെ റാഫിഞ്ഞയുടെയൊക്കെ ഈ ഒരു മികച്ച ഫോം 2026 വേൾഡ് കപ്പിൽ ബ്രസീലിന് എന്തായാലും ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അതിൻ്റെയൊക്കെ കൂടെ സൂപ്പർ താരം നെയ്മർ ജൂനിയർ കളത്തിലേക്ക് തിരിച്ചു വരികയും അവർ തമ്മിലുള്ള ഒരു ബന്ധം, അല്ലെങ്കിൽ ആ ഒരു കളിച്ച് പല വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളും ഫ്രണ്ടിലെ മാച്ചുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളിച്ചിട്ട് ഒരു ടീം ഒരു ഒത്തൊരുമ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ 2026 വേൾഡ് കപ്പിൽ ഒരു മികച്ച 11 തന്നെയായിരിക്കും ബ്രസീൽ ടീം ആ ഒരു വേൾഡ് കപ്പിന് ഒരുങ്ങി വരുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം മികച്ച താരങ്ങളുണ്ട്. അവരെ ഒന്ന് നെയ്മർ പറഞ്ഞ മാതിരി തന്നെ മികച്ച താരങ്ങളുണ്ട്. ഒന്ന് സെറ്റാക്കി എടുക്കേണ്ട ഒരു സാഹചര്യം മാത്രമേ ഉള്ളൂ ബ്രസീലിൽ, അല്ലേ?